एक तो रुद्राक्ष कितने की दे रही है? നമസ്കാരം. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു അത്ഭുതമാണല്ലേ. നമുക്ക് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിരുന്നു. പണ്ട് സോഷ്യൽ മീഡിയ ഇല്ലാത്ത സമയത്ത് പല കഴിവുകളും പുറത്തു വന്നില്ലായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകൾ അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കപ്പെടാത്ത കഴിവുകളെല്ലാം നിമിഷ നേരം കൊണ്ട് പുറത്തു വരുന്ന ഒരു സംഭവമാണ് ഇപ്പം നമുക്ക് നടക്കുന്നത് അല്ലേ. വെളിയിൽ കൊണ്ടുവരാൻ വളരെ ഈസിയാണ്. അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ വഴി ഒരാളെ കണ്ണടച്ച് തുറക്കുന്ന മുമ്പ് സ്റ്റാർ ആക്കാനും അതുപോലെ തന്നെ കണ്ണടച്ച് തുറക്കുന്ന മുമ്പ് സ്റ്റാർ ആയിരുന്ന അവനെ സീറോ ആക്കാനും, മനസ്സിലായേ, ഹീറോയിനെ സീറോ ആക്കാനും സോഷ്യൽ മീഡിയ വിചാരിച്ചാൽ ദാ എന്ന് പറയുന്ന നടക്കും. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ വൈറൽ താരം മറ്റാരുമല്ല മൊണാലിസ. മൊണാലിസ യഥാർത്ഥ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊണാലിസ ബോസ്ലെ എന്നാണ് ഈ പെൺകുട്ടിയുടെ യഥാർത്ഥ പേര്. വയസ്സ് വെറും 16 വയസ്സേ ഉള്ളൂ. മാലക്കച്ചവടമാണ് പണി, മനസ്സിലായോ. ഇന്ന് സോഷ്യൽ മീഡിയ നിങ്ങൾ തിരഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഈ പെൺകൊച്ചാണ് വൈറൽ. തൻ്റെ വശ്യ സൗന്ദര്യം കൊണ്ട് എല്ലാവരെയും കീഴ്പ്പെടുത്തിയിരിക്കുകയാണ് ഈ കൊച്ചു മിടുക്കി. 16 വയസ്സ് മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ മഹാകുംഭമേള നടക്കുന്നുണ്ട് പ്രയാഗ്രാജിൽ മഹാകുംഭമേള നടക്കുന്നുണ്ട്. അവിടെ മാല വിൽക്കാൻ നടക്കുന്ന, ഇപ്പോഴും മാല വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ പറയുന്ന മൊണാലിസ. നമുക്കറിയാം ലിയാൻഡോ ഡാവിൻസിയുടെ പ്രസിദ്ധി ആർജിച്ച നമ്മുടെ ഫോട്ടോ ഉണ്ടല്ലോ മൊണാലിസ, അതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള സൗന്ദര്യമാണ് എന്നുള്ള തരത്തിലാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. അപ്പം ഞാൻ ഈ സൈഡിൽ ഇവളുടെ കംപ്ലീറ്റ് കുറേ റീൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 കൊല്ലം മുമ്പാണ് ഒരു യൂട്യൂബർ ഈ വേറൊരു കുംഭമേള നടക്കുമ്പോൾ ഇവരുടെ ചെറിയൊരു പോസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ഇടുന്നു. അത് ഇൻസ്റ്റഗ്രാമിൽ വഴി പോസ്റ്റ് ചെയ്യുന്നു. പുള്ളി സോഷ്യൽ മീഡിയയിൽ അത് പോസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഭയങ്കരമായിട്ട് ഈ പെൺകൊച്ചു വൈറലായിരുന്നു. അതായത് ഇപ്പോഴല്ല, 2 കൊല്ലം മുമ്പ്. ആ സമയം അവിടെ വിട്ടു ഏതാണ്ട് കോടിക്കണക്കിന് ആൾക്കാർ അത് കണ്ടു. അതിനുശേഷം ഇപ്പോൾ ഈ നടന്ന പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേളയിൽ ഈ പെൺകുട്ടി വരുന്നു. മറ്റൊരാൾ വീണ്ടും വന്നു ഇതുപോലുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ ഈ പെൺകുട്ടിയുടെ ഫോട്ടോസ് എടുത്ത് അല്ലെങ്കിൽ വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം സത്യം പറഞ്ഞാൽ ഇതുപോലെ വൈറലായ ഒരു പെൺകുട്ടി മറ്റൊരിടത്തും കാണില്ല എന്നാണ് പറയുന്നത്. ഈ പെൺകുട്ടിയുടെ സൗന്ദര്യം, ഈ പെൺകുട്ടി കറുത്തിട്ടായിരിക്കുന്നത്, മനസ്സിലായോ, കറുത്തിട്ടാണ് ഈ പെൺകുട്ടി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി കറുപ്പിലല്ല, അതായത് നിറത്തിലല്ല സൗന്ദര്യം ഇരിക്കുന്നത് എന്ന് വീണ്ടും തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയായിരുന്നു ഇത്. ഈ പെൺകുട്ടിയുടെ കണ്ണുകൾ ഐശ്വര്യ റായിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നവർ ഒരുപാടാണ്. ഈ പെൺകുട്ടിയുടെ കണ്ണ് കണ്ടപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും അതിനകത്ത് ഒരു വശ്യതയുണ്ട്. ആ കണ്ണ് ചാരക്കണ്ണ്, ചാരസുന്ദരി എന്നൊക്കെ പറയാറില്ലേ, അതുപോലെയൊക്കെയാണ് ഇവളുടെ ആ സൗന്ദര്യം. അതുപോലെ തന്നെ അവരുടെ ചിരി ആയിക്കോട്ടെ, അവരുടെ മൂക്ക്, അങ്ങനെ മൂക്കും അവരുടെ മുഖം മൊത്തം വർണ്ണിക്കുന്നവർ ഒരു ലോഡാണ്. അങ്ങനെ ഇപ്പോൾ ഉള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മാല വിറ്റ് ജീവിക്കുക, ഉപജീവനം നടത്തുക എന്നുള്ളതാണ് ഈ മൊണാലിസയുടെ മെയിൻ ആയിട്ടുള്ള ഉപജീവന മാർഗം. പക്ഷേ ഇപ്പോൾ എല്ലാവരും ഇത് അറിഞ്ഞു വൈറലായതിനു ശേഷം ഒരുപാട് ആൾക്കാർ ഇത് നമ്മൾ യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. മൊണാലിസയെന്ന് അടിച്ചാൽ മതി, മൊത്തം ഈ മാല വിൽക്കാനും കൂടി സമ്മതിക്കാതെ ബേക്കിലേ നടന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുകയും പിന്നീട് അവളെ ഇൻ്റർവ്യൂ എടുക്കുകയും അവളത് പറയുന്നുണ്ട്. എനിക്ക് നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം എനിക്ക് മാല വിൽക്കാൻ പറ്റുന്നില്ല, ഇവരാരും വന്ന് എൻ്റെ ഒരു മാല പോലും വാങ്ങുന്നില്ല. പക്ഷേ എൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നു. ഒരു വീഡിയോ ഫോട്ടോ ആയിക്കോട്ടെ കുഴപ്പമില്ല. ഞാൻ ഒരു റീൽ കണ്ടു, ഇവരെ ഇങ്ങനെ പേടിച്ച് അച്ഛനും അമ്മയും ഈ പെൺകുട്ടിയെ വലിച്ചുകൊണ്ട് പോവുകയാണ് ഈ ക്രൗഡിൽ നിന്ന്. പക്ഷേ ഇവരാരും വിടുന്നില്ല. ഇവരെല്ലാവരും ബാക്കിലേ പോയി ഈ ക്യാമറയും കൊണ്ട് ഈ പെൺകൊച്ചിൻ്റെ ബാക്കിലേ പോവുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, വെറും 16 വയസ്സാണ് ഈ മൊണാലിസയുടെ പ്രായം. പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്കൂളിൻ്റെ പടി പോലും ചവിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. സ്കൂളിൻ്റെ പടി പോലും ഈ പെൺകുട്ടി ചവിട്ടിയിട്ടില്ല. ഈ പെൺകുട്ടിയുടെ ചോദിക്കുക എന്ത് പഠിക്കാത്ത അവൾ പറഞ്ഞിട്ട് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, ഞാൻ പഠിച്ചില്ല. അതുമല്ല പെൺകുട്ടി അതിൻ്റെ കൂടെ ചേർത്ത് പറയുന്ന മറ്റൊരു കേസാണ് ഈ പഠിച്ചവരെല്ലാം ബുദ്ധിയില്ലാത്തവന്മാരും മണ്ടന്മാരുമാണെന്നാണ് പറയുന്നത്. എന്നിട്ട് പെൺകുട്ടി പറയുന്നുണ്ട് ഇത്രയും പഠിച്ചു വരുന്നവരെ തന്നെ നമ്മൾ പറ്റിക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ള രീതിയിൽ പെൺകുട്ടി തമാശയായിട്ട് പറയുന്നുണ്ട്. പെൺകുട്ടിയുടെ ഇപ്പോഴും ഏറ്റവും വലിയൊരു സങ്കടം ഇത് തന്നെയാണ്. ഈ പറയുന്ന നിങ്ങളിപ്പം ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ എനിക്ക് 5 പൈസയും കിട്ടുന്നില്ല, എൻ്റെ കച്ചവടവും പോലും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെൺകുട്ടി ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിന്ന് കൊടുക്കും, പക്ഷേ എൻ്റെ ഒരു മാല വാങ്ങിച്ചാൽ മാത്രമേ ഫോട്ടോ എടുക്കാൻ പറ്റത്തുള്ളൂ എന്നൊരു സ്റ്റാൻഡിലേക്ക് പെൺകുട്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. ആ മാല ചെറിയ വിലയെന്ന് ഏതാണ്ട് പിന്നീട് എനിക്കൊന്ന് 1000 രൂപ വിലയുള്ള മാലകൾ വരെ ഈ പറയുന്ന പെൺകുട്ടികളിലുണ്ട്. നമുക്ക് ഒരുപാട് ഫോട്ടോസ് കാണാം, കുറേ മാലകളൊക്കെ തൂക്കിക്കൊണ്ട് നിൽക്കുന്ന ഫോട്ടോസ് കാണാം. ഇതിന് ശേഷം ഒരുപാട് പിന്നീട് യൂട്യൂബേഴ്സും വലിയ മില്യൺസ് ഉള്ള നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയ ഒക്കെ വന്ന് ആ കുട്ടിയുടെ ഇൻ്റർവ്യൂ എടുക്കുന്നു. അങ്ങനെ വൈറലായെന്ന് വെച്ചാൽ അങ്ങ് അറ്റം വൈറലായി. ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഷെയർ ചെയ്യുന്നത്, ഈ പെൺകുട്ടിയുടെ ഫേക്ക് ID വെച്ചിട്ട് ഇഷ്ടംമാതിരി
ഒരു ലോഡ് ഇൻസ്റ്റാഗ്രാം ഐഡിയസ് ഉണ്ടായിട്ടുണ്ട്. അവർക്കെല്ലാം ലക്ഷക്കണക്കിന് ഈ പറഞ്ഞ ഫോളോവേഴ്സ് ഉണ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അത് അവളുടെ ഐഡിയ അല്ല, ഇവളുടെ യഥാർത്ഥ പേര് മൊണാലിസ ബോൺസ്ലെ അല്ലേ, ബോൺസ്ലെ എന്നാണ് യഥാർത്ഥ ഈ പെൺകുട്ടിയുടെ പേര്. പിന്നെ അതിനകത്ത് പിന്നീട് ഒരു മെയിൻ ചാനൽ വന്ന് ഇന്റർവ്യൂ ചെയ്ത് ഇതാണ് അവളുടെ മെയിൻ ഐഡിയ എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു 15,000 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ അത് 30 ലക്ഷം പിന്നെ പിന്നീട് ഫോളോവേഴ്സ് ആയിട്ടുണ്ട് അതിനകത്ത്. ഇനി മൊണാലിസയുടെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോളായിട്ട് ചോദിച്ചാൽ എന്താണ് ആഗ്രഹം ചോദിച്ചാൽ മൊണാലിസയ്ക്ക് ഈ പറഞ്ഞ ഫിലിമിൽ എല്ലാവർക്കും എല്ലാ സാധാരണക്കാർക്കും എനിക്കൊന്നും സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമില്ലാത്ത വളരെ തുച്ഛമായിട്ടുള്ളവർ മാത്രമായിരിക്കും. ഒരു 90% ആൾക്കാർക്കും എങ്ങനെയും സിനിമയിൽ മുഖം കാണിക്കണമെന്നാണല്ലോ ആഗ്രഹം. മൊണാലിസയ്ക്കും ആഗ്രഹം അത് തന്നെയാണ്. എനിക്കും എന്ത് ചെയ്യണം, സിനിമയിൽ ഒരു പിന്നീട് എന്താണ് മുഖം കാണിക്കണം. ആരെയാണ് റോൾ മോഡൽ എന്ന് ചോദിച്ചപ്പോൾ മൊണാലിസയുടെ ഉത്തരം മറ്റാരുമല്ല, അത് ഐശ്വര്യ റോയി ആണ്. ഐശ്വര്യ റായിയെ പോലെ താങ്കൾക്ക് അഭിനയിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ പഠിത്തമൊന്നും ഇല്ലല്ലോ, പഠിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ അഭിനയിക്കും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെയില്ല, അതൊക്കെ ഞാൻ പഠിച്ചോളും, പതുക്കെ ഞാൻ എല്ലാം പഠിച്ചോളും എന്നാണ് മൊണാലിസയുടെ പിന്നീട് ഉത്തരം. അപ്പോൾ അങ്ങനെ മൊണാലിസയുടെ ഈ ആഗ്രഹം ഉടനെ തന്നെ സാധിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. നമുക്കറിയാമല്ലോ, ഏതെങ്കിലും ഒരു താരം വൈറലായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പം ഇഷ്ടമാറിയ ആൾക്കാർ പിന്നെ എന്താ ബാക്കിൽ നിൽക്കും. മനസ്സിലായോ? മൊണാലിസയ്ക്ക് ഇത്രയേ ഉള്ളൂ, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമാണ് മൊണാലിസ. വെറും 16 വയസ്സേ ഉള്ളൂ. അപ്പോൾ ആ പെൺകൊച്ചിന് അത് തന്നെ ആയിരിക്കും, എല്ലാ പെൺകുട്ടികളെയും പോലെ ആ പെൺകൊച്ചിനും അത് തന്നെ ആയിരിക്കും ആഗ്രഹം. എന്തായാലും മൊണാലിസ എന്ന് പറയുന്ന വൈറൽ താരം, മാല വിൽപ്പനക്കാരി, വെറും മാല വിറ്റുകൊണ്ടിരുന്ന ഒരു ചെറിയ 16 വയസ്സുകാരി തൻ്റെ കണ്ണിലെ വശ്യ സൗന്ദര്യം കൊണ്ടും തൻ്റെ കുട്ടി വലുതായിട്ടൊന്നും സംസാരിക്കില്ല കേട്ടോ. എപ്പോഴും എന്തെങ്കിലും ഒരു 4-5 ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചാൽ മാത്രമേ ഒരു ഉത്തരം പറയത്തുള്ളൂ. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ടൈപ്പാണ്. അപ്പോൾ അങ്ങനെ കണ്ണടച്ച് തുറക്കുന്ന നിമിഷം കൊണ്ട് ഈ പെൺകൊച്ചി മൊണാലിസ ബോൺസ്ലെ എന്ന് പറയുന്ന 16-കാരി ഇപ്പോൾ വൈറൽ താരമായിരിക്കുകയാണ്. ഇനി നാളെ ഒരു സംശയമില്ല, നാളെ ഏതെങ്കിലും സിനിമയിൽ കാണുകയും ചിലപ്പോൾ നാളെ ഈ പറയുന്ന ഐശ്വര്യയെക്കാളൊക്കെ വേറെ കുറച്ച് അഭിനയിക്കാൻ കൂടി കഴിവും കുറച്ച് ഭാഗ്യവും കൂടി ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഇപ്പോൾ നിൽക്കുന്ന മെയിൻ സ്റ്റാറുകളുണ്ടല്ലോ ഈ ഹിന്ദിയിൽ, അവരെയൊക്കെ മെയിലിൽ കയറി വലിയൊരു ഫാൻ ബേസ്, ഇപ്പോഴേ തന്നെ ഹ്യൂജ് ആയിട്ടൊരു ഫാൻ ബേസ് ആർക്കുണ്ട്, ഈ പറയുന്ന മൊണാലിസയ്ക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയിൽ ഇപ്പം ഈ ഷോർട്ട് ഫിലിം എടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വെബ് സീരീസിലേക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ തള്ളുന്നതായിരിക്കും ആൾക്കാർ. മനസ്സിലാവില്ല, ഇപ്പം മൊണാലിസ ഇന്ന ഒരു വെബ് സീരീസിൽ അഭിനയിക്കുന്നു എന്നൊരു വാർത്ത കേട്ടാൽ മതി, ഈ ആരാധകർ മൊത്തം എന്താണ് അവരുടെ ബാക്കിലേക്ക് പോകും. പിന്നെ ഈ മൊണാലിസയ്ക്ക് വരുന്ന പിന്നെ കുറേ വിവാഹാലോചനയുടെ പരമ്പര തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ മൊണാലിസ പറയുന്നുണ്ട്. അതുമല്ല മൊണാലിസയ്ക്ക് മറ്റൊരു പേടി, എന്നെ തട്ടിക്കൊണ്ട് പോകുന്നു. പലരും വന്ന് പറഞ്ഞു, നിങ്ങൾ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും, മൊണാലിസയുടെ അച്ഛനും അമ്മയുടെ അടുത്തും പറഞ്ഞു, ഇവളെ ഇനി ഇവിടെ ഇത്രയും വൈറലായതുകൊണ്ട് ഇനി ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇവിടെ തട്ടിക്കൊണ്ട് പോകും എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു പേടിയും മൊണാലിസ ആ ഇന്റർവ്യൂവിൽ പങ്കുവയ്ക്കുന്നുണ്ട്. എനിക്ക് പേടിയുണ്ട്, എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തൊക്കെ പറഞ്ഞു നിങ്ങൾ മോളെ തട്ടിക്കൊണ്ടുപോയി എന്തെങ്കിലും കൊണ്ട് ചെയ്ത് കളയും, അതുകൊണ്ട് സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ മൊണാലിസയും കൊണ്ട് ഇവിടെ നിന്ന് തന്നെ പിന്നെ പോകണമെന്നാണ് അമ്മയും അച്ഛനും ആഗ്രഹിക്കുന്നത്. മൊണാലിസയുടെ വീടെന്ന് പറയുന്നത് മധ്യപ്രദേശിലാണ് കേട്ടോ. മധ്യപ്രദേശ് മഹേശ്വർ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് മൊണാലിസയുടെ വീട്. മൊണാലിസയ്ക്ക് ഒരു സഹോദരൻ കൂടി ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. ഒരു സഹോദരനും കൂടിയുണ്ട്. എന്തായാലും ഇത് പിന്നീട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു അത്ഭുത ലോകം തന്നെയാണ്. ഒരാളെ ഹീറോ ആക്കാനും അതുപോലെ തന്നെ സീറോ ആക്കാനും നിമിഷ നേരം മതി. കണ്ണടച്ച് തുറക്കുന്ന സമയം മാത്രമേ വേണ്ടൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തൂ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.